തിരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ഗർഭിണിയായ യുവതിയെ വയറിൽ കൈവച്ച് അനുഗ്രഹിച്ചതിനെ ചൊല്ലി ഉണ്ടായ സംഭവത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വൻ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വന്നത്. ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരിച്ച് നടൻ ഹരീഷ് പേരടി രംഗത്ത്. ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയാണ് അയാൾ ആ വയറിൽ തൊട്ടത്. ആ വീഡിയോ കണ്ട എല്ലാവർക്കും അത് മനസ്സിലാകും. ആ പെങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഹരീഷ് പേരടി പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഹരീഷിന്റെ പ്രതികരണം. എന്നാൽ ഇതുപോലെ സ്ത്രീകളുടെ സമ്മതത്തോടെ മറൈൻ ഡ്രൈവിൽ കുറച്ച് പുരുഷന്മാർ സ്ത്രീകളെ ചുംബിക്കാനെത്തിയിരുന്നു. അന്ന് അത് ആർഷഭാരതത്തിന് ചേരാത്തതായതുകൊണ്ട് അവരെ അടിച്ചൊടിച്ചു. പരമോന്നത കോടതിയുടെ വിധിയുണ്ടായിട്ടും സ്ത്രീകൾ അവരുടെ ഇഷ്ടപ്രകാരം മല കയറാൻ വന്നപ്പോൾ അവരെ തേങ്ങ കൊണ്ടെറിഞ്ഞ് തല പൊട്ടിച്ചെന്നും ഹരീഷ് പേരടി കുറിച്ചു. ഗർഭിണിയുടെ വയറ്റിൽ കൈവച്ച് അനുഗ്രഹിച്ച സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയെ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക രംഗത്തെത്തിയിരുന്നു. സംഭവത്തിന്റെ വീഡിയോ വൈറലാവുകയും വ്യാപകമായി വിമർശിക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഗർഭിണിയായ പെൺകുട്ടിക്ക് പിന്തുണ അറിയിക്കാൻ രാധിക അവരുടെ വീട്ടിലെത്തിയത്. സുരേഷ് ഗോപിക്ക് കുട്ടികളോട് ഉള്ള സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ വിമർശിക്കുന്നതെന്നും രാധിക പറഞ്ഞു. അന്തിക്കാട് സ്വദേശിയായ ശ്രീലക്ഷ്മിയുടെ വീട്ടിലാണ് രാധിക എത്തിയത്. സുരേഷ് ഗോപിയുടെ മകളും രാധികയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് ഫേസ്ബുക്ക് ഇല്ലാത്തതിനാൽ സുരേഷ് ഏട്ടൻ തന്നെയാണ് വീഡിയോ കാണിച്ചു തന്നത്. സുരേഷ് ഗോപി എന്ന ആളെ ഒട്ടും അറിഞ്ഞൂടാത്ത ഒരാൾക്ക് മാത്രമേ ആ വീഡിയോയിലെ സംഭവത്തെ വിമർശിക്കാൻ കഴിയൂ. കാരണം അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയാം. ഞാനും 5 കുട്ടികളുടെ അമ്മയാണ്. ഏട്ടന് അമ്മമാരോടും കുഞ്ഞുങ്ങളോടും സ്നേഹവും ബഹുമാനവും ഉണ്ട്. ഗർഭിണിയായ സ്ത്രീകളെ കണ്ടാൽ ഭഗവാൻ പോലും എഴുന്നേറ്റ് നിൽക്കും എന്ന രീതിയിലുള്ള സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ. അത് കാണാൻ കഴിയാതെ അതിനെ വിമർശിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കൂ. അത്തരം ആളുകൾ പറയുന്ന ഒരു കാര്യവും നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമില്ലെന്നും ശ്രീലക്ഷ്മിയോട് രാധിക പറഞ്ഞു. മാനസികമായി സന്തോഷിച്ചിരിക്കേണ്ട സമയത്ത് ശ്രീലക്ഷ്മിക്ക് ചെറിയ സങ്കടം തരുന്ന കാര്യമാണ് നടന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് പിന്തുണ അറിയിക്കാനാണ് താൻ വന്നതെന്നും രാധിക വിശദീകരിച്ചു. എന്തായാലും ആ വീഡിയോ വൈറലായതിലൂടെ സുരേഷ് ഗോപിക്കും ഏറെ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. പക്ഷേ താരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.